എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. തക്കാളി മുട്ടയും കൊണ്ട് തയ്യാറാക്കിയെടുത്ത റെസിപ്പിയാണ് ഇന്നത്തെ. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുക കേട്ടോ. മുട്ട കൊണ്ട് ഒരുപാട് റെസിപ്പീസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. പക്ഷേ ഇതുപോലൊരു റെസിപ്പി ഇതുവരെയും തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്തു നോക്കൂ. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ഇതായി ഒരു മുട്ടത്തോരനും കൂടെ ഒരു പപ്പടം ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അപ്പോൾ ഇതാ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കോഴിമുട്ടയാണ്, 3 എടുത്തിട്ടുണ്ട്. ഇനി താറാവ് മുട്ട ഉപയോഗിച്ചിട്ടും നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഈ 3 മുട്ടയും ഒരു പാത്രത്തിനകത്തേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതനുസരിച്ച് മുട്ടയുടെ അളവ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കുക കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, താറാവ് മുട്ടയിലും നമ്മൾക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ 3 മുട്ടയും പാത്രത്തിനകത്തേക്ക് ഒന്ന് പൊട്ടിച്ചു ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് ചേർക്കരുത് കേട്ടോ, വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ, നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്തെടുക്കാനുണ്ട്. ഇനി മിക്സിയുടെ ജാറിനകത്തേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ അളവനുസരിച്ച് തക്കാളിയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. ഒരു വെളുത്തുള്ളി അല്ലി, വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. 2 ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം ചേർത്തിട്ട് അരയ്ക്കരുത് കേട്ടോ. ഇനി സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മളിതാ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുട്ടയുണ്ടല്ലോ, അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ഞാൻ ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുക വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മൾക്കിതൊന്ന് വെന്ത് കിട്ടും. ഈ ഒരു സമയത്ത് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ മുട്ടത്തോരൻ തയ്യാറാക്കി എടുക്കുന്നത് പോലെ ഒരുപാട് പൊടിയായിട്ട് എടുക്കരുത്, കുറച്ച് വലിയ പീസായിട്ട് എടുക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. അതുപോലെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മുട്ട ഈ ഒരു രീതിയിൽ വേണം എടുക്കാനായിട്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റവിൽ നിന്ന് പാനൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അതുപോലെ ലേശം പെരിഞ്ജീരകം, ഒരുപാടായി പോരുത് കേട്ടോ പെരിഞ്ജീരകം. ഇത് രണ്ടും നല്ലപോലെ ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ സവാള ഒരുപാട് ഫ്രൈ ആക്കി എടുക്കരുത്, ഒന്ന് വാടി കിട്ടണ ഒരു പാകമുണ്ടല്ലോ, അത്രയും മതി കേട്ടോ. ഇനി കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിപ്പോൾ കളറൊക്കെ മാറി നല്ലപോലെ വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അതൊരു 3/4 ടേബിൾ സ്പൂണോളം ഉണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയുടെ എരിവായിരിക്കണം ഈ ഒരു തോരനിലേക്ക് കൂടുതൽ വേണ്ടത് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി അത്യാവശ്യം നല്ലപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മളുടെ ആ തക്കാളിയുടെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറി കിട്ടണം. ഒരു 5 മിനിറ്റെങ്കിലും നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആ തക്കാളിയിലെ വെള്ളമയമൊക്കെ അത്യാവശ്യം നല്ലപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോരാ, ഇനി തുറന്ന് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. നമ്മളിന്ന് തോരനായിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്, അതുകൊണ്ട് ആ തക്കാളി ഒന്നും കൂടി ഡ്രൈ ആയിട്ട് കിട്ടണം. ഇനി നിങ്ങൾക്ക് കുറച്ചൊരു ഗ്രേവിയോട് കൂടി ഈ ഒരു കറി വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ആ ഒരു മുട്ട ഇതിനകത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചൊരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറി നമുക്ക് കിട്ടും. 2 രീതിയിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നല്ലപോലെ കുറച്ച് വെച്ച് കൊടുക്കുക. മുട്ടയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് ആ മുട്ടയിലേക്ക് നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 1-2 മിനിറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടുമ്പം ഇതുപോലെ ഡ്രൈ ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പിലയും. അപ്പോൾ നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാച്ചാൽ ഈ സമയത്ത് മല്ലിയില കുറച്ച് ചേർത്ത് കൊടുത്തോളൂ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി ഡ്രൈ ആയിട്ട് വരും കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു റെസിപ്പി. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ.
സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറന്നുപോകല്ലേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്